നമസ്കാരം. ഇന്ത്യൻ പീപ്പിൾ ടിവിയിലേക്ക് സ്വാഗതം. ഞാൻ രൂപേഷ്. പ്രധാന വാർത്തകൾ. നിലമ്പൂർ നഗരസഭയിൽ നിന്ന് ശേഖരിച്ച മാലിന്യം പാലക്കാട്ട് തള്ളിയ നിലയിൽ. ഓടിക്കൊണ്ടിരുന്ന സ്വകാര്യ ബസ്സിൽ നിന്ന് പുറത്തേക്ക് തെറിച്ചു വീണ് സ്ത്രീ മരിച്ചു. വിരണ്ടോടി ഹോട്ടലിലേക്ക് പാഞ്ഞു കയറിയ എരുമ പാലക്കാട് നഗരത്തിൽ പരിഭ്രാന്തി സൃഷ്ടിച്ചു. പമ്പയിലെ സ്പോട്ട് ബുക്കിംഗ് കൗണ്ടറുകളുടെ എണ്ണം വർദ്ധിപ്പിക്കും. വാർത്തകൾ വിശദമായി. നിലമ്പൂർ നഗരസഭയിൽ നിന്ന് ശേഖരിച്ച മാലിന്യം പാലക്കാട്ട് തള്ളിയ നിലയിൽ കണ്ടെത്തി. നിലമ്പൂർ നഗരസഭയിൽ നിന്ന് ഹരിതകർമ്മസേന ശേഖരിച്ച മാലിന്യം പാലക്കാട് നഗരസഭാ പരിധിയിൽ തള്ളിയതായി കണ്ടെത്തി. തിരുനെല്ലായി, തങ്കം ബൈപ്പാസ് എന്നിവിടങ്ങളിലാണ് വഴിനീളെ മാലിന്യം തള്ളിയത്. മാലിന്യം കൊണ്ടുവന്ന വാഹനം നിരീക്ഷണ ക്യാമറയിൽ കുടുങ്ങുകയും ചെയ്തു. തരംതിരിച്ച സമയത്ത് മാലിന്യത്തിൽ നിന്നും ലഭിച്ച കടലാസുകളുടെ അടിസ്ഥാനത്തിൽ പാലക്കാട് നഗരസഭ നടത്തിയ അന്വേഷണത്തിലാണ് നിലമ്പൂർ നഗരസഭയിലെ വീടുകളിൽ നിന്നും കടകളിൽ നിന്നും ഹരിതകർമ്മസേന ശേഖരിച്ച മാലിന്യമാണിതെന്ന് മനസ്സിലാക്കാനായതെന്ന് പാലക്കാട് നഗരസഭ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷൻ ശ്രീ സ്മിതേഷ് അറിയിച്ചു. ശ്രീ സ്മിതേഷ് ഈ വിഷയത്തെക്കുറിച്ച് വിവരങ്ങൾ പങ്കുവയ്ക്കാനായി ഇന്ത്യൻ പീപ്പിൾ ടിവിയുടെ ഒപ്പം ചേരുന്നു. പാലക്കാട് നഗരസഭയുടെ ശുചീകരണ തൊഴിലാളികൾ കാലത്ത് സ്ക്വാഡ് ഇറങ്ങി വർക്ക് ചെയ്യുമ്പോഴാണ് ഈ മാലിന്യം കണ്ടെത്താൻ വേണ്ടി കഴിഞ്ഞത്. തങ്കം ബൈപ്പാസ് രാത്രി 11 മണി വരെ പുലർച്ചെ 4 മണി വരെ നമ്മുടെ ദൈനംദിന സ്ക്വാഡ് വർക്ക് ചെയ്യുന്നുണ്ട്. ചൊഴിഞ്ഞ പ്രദേശമായതുകൊണ്ട് പുറമേ നല്ല മാലിന്യങ്ങൾ വരുന്നൊരു പ്രദേശമാണ്. ഈ 11 ടു പുലർച്ചെ 4 മണിക്കുള്ളിലാണ് ഈ മാലിന്യം വന്നത്. വലിയ ഒരളവിൽ മാലിന്യം ഉള്ളത് കൊണ്ട് തന്നെ പ്രത്യേകം നമ്മളതിൽ ശ്രദ്ധ പുലർത്തി. പൊതുവെ പാലക്കാട് നഗരത്തിൽ ഏത് ഭാഗത്ത് മാലിന്യം വന്നാലും നമ്മൾ ആ മാലിന്യം എടുത്ത് പരിശോധിച്ച് മാലിന്യത്തിന്റെ സ്വഭാവം മനസ്സിലാക്കി ഗാർഹിക മാലിന്യങ്ങളാണെങ്കിൽ ആ പ്രദേശത്ത് ഇപ്പോൾ ഗാർഹിക മാലിന്യങ്ങൾ ഒരു 100-300 ഡിസ്റ്റൻസ് ദൂരെയുള്ള വീടുകളെന്നായിരിക്കും കൊണ്ടുവന്ന് വലിച്ചെറിഞ്ഞിട്ടുണ്ടാവുക. അപ്പോൾ അതിൻ്റെ നമ്മളൊരു ക്യാരക്ടർ പഠിച്ച് അത് ഗാർഹിക മാലിന്യമാണെങ്കിൽ ആ പ്രദേശത്ത് ഹരിതകർമ്മസേന ഗുണഭോക്താക്കളല്ലാത്ത ആളുകളെ കണ്ടെത്തുകയും അവരെ വീട്ടിൽ ചെന്ന് ഈ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി അവരെ ഗുണഭോക്താക്കി മാറ്റുകയും പുറമേക്ക് മാലിന്യം വരാത്ത രീതിയിലുള്ള സിസ്റ്റംസ് നമ്മൾ ആഡ് ചെയ്യാറുണ്ട്. അത് വാണിജ്യ സ്ഥാപനങ്ങളുടെ മാലിന്യമാണെങ്കിൽ ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു പാൽ പാക്കറ്റ് 1-2 പാൽ പാക്കറ്റിന് ഗാർഹികമായിട്ടുള്ള മാലിന്യമായിരിക്കും. പക്ഷെ ഒരു 10-15 പാൽ പാക്കറ്റുകൾ വരുന്നു. അല്ലെങ്കിൽ ചായപ്പൊടി വലിയ അളവിൽ ചായപ്പൊടി വരുന്നു. അങ്ങനെ അതിൻ്റെ ഒരു മാലിന്യത്തിന്റെ സ്വഭാവവും അളവും കണ്ടാൽ നമുക്കത് ഗാർഹിക മാലിന്യമാണോ അത് കമേഴ്ഷ്യൽ സ്ഥാപനങ്ങൾ മാലിന്യമാണോ അറിയാൻ വേണ്ടി കഴിയും. അത്തരത്തിൽ കമേഴ്ഷ്യൽ സ്ഥാപനങ്ങൾ നമ്മൾ ആ പ്രദേശത്തുള്ള സ്ഥാപനങ്ങൾ ചെന്ന് അവരോട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി പൊതുനേരത്തിൽ മാലിന്യം വലിച്ചെറിയാനുള്ള കാര്യങ്ങൾ നമ്മൾ സ്വീകരിക്കാറുണ്ട്. അത്തരത്തിൽ നമ്മൾ മാലിന്യങ്ങൾ താഴെ കണ്ടാൽ മാലിന്യമായിട്ട് എടുത്ത് മാറ്റില്ല, മാലിന്യം കുറിച്ച് പഠനം നടത്തി ആ മാലിന്യം വീണ്ടും അവിടെ വരാതിരിക്കാനുള്ള സിസ്റ്റമാണ് പാലക്കാട് നഗരസഭ ചെയ്തു വരുന്നത്. അതിന്റെ ഭാഗമായിട്ട് ഇത്തരത്തിലുള്ള വലിയ അളവിൽ മാലിന്യം കണ്ട സമയത്ത് നമ്മുടെ മാലിന്യത്തെ പരിശോധിച്ചു. മുഴുവൻ മാലിന്യങ്ങളും പരിശോധിച്ച സമയത്ത് അതിനകത്ത് 10-25 ലീഡ് ഈ മാലിന്യം വന്ന പ്രദേശത്തേക്കുള്ള ലീഡ് നമുക്ക് അതിന് കിട്ടി. ആ ലീഡുകളെല്ലാം നമ്മൾ ബന്ധപ്പെടുകയും അവരോട് അന്വേഷിച്ച സമയത്ത് മാലിന്യത്തിന്റെ ഒരു സ്വഭാവത്തെക്കുറിച്ച് പറയുമ്പോൾ അവർ ഞങ്ങൾ ഉത്പാദിപ്പിച്ച മാലിന്യം തന്നെയാണ്, ഞങ്ങൾ കൊടുത്തിട്ടുള്ള മാലിന്യം, പക്ഷേ ഇത് ഞങ്ങൾ ഹരിതകർമ്മസേനയ്ക്ക് കൈമാറിയ മാലിന്യമാണ്, ഞങ്ങളുടെ സ്വദേശം നിലമ്പൂരാണ്. ഇങ്ങനെയാണ് ഇതിനകത്തുള്ള എല്ലാ ലീഡുകളും കിട്ടിയിട്ടുള്ള മറുപടി. വീണ്ടും നമ്മൾ ആ ചാക്കുകൾ പരിശോധിച്ച സമയത്ത് അതിനകത്ത് നിലമ്പൂർ മുനിസിപ്പാലിറ്റിയുടെ രേഖകൾ, ഔദ്യോഗിക രേഖകൾ, നിലമ്പൂർ മുനിസിപ്പാലിറ്റി അവിടുത്തെ ഹരിതകർമ്മസേനയ്ക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുള്ള ബാഗുകളുടെ അവശിഷ്ടങ്ങൾ, അത്തരത്തിൽ എല്ലാ മാലിന്യങ്ങളും അതിനകത്ത് കിട്ടുകയുണ്ട്. അപ്പോൾ അവിടെ മനസ്സിലാക്കാൻ വേണ്ടി കഴിയും അത് ഹരിതകർമ്മസേനയുടെ കൈ അതിനകത്ത് വന്നിട്ടുണ്ട്. അവരുടെ കയ്യിലൂടെ വന്ന ശേഷം മാത്രമാണ് ഈ മാലിന്യം പുറത്തു വന്നിട്ടുള്ളത്. പിന്നെ മാലിന്യത്തിന്റെ ഈ ഡ്രൈ വേസ്റ്റിന്റെ ഖരമാലിന്യത്തിന്റെ സ്വഭാവം എന്നുള്ളത് അതിനകത്ത് തരംതിരിക്കാവുന്ന മാലിന്യങ്ങൾ നമുക്ക് റീസൈക്ലിംഗ് ചെയ്യുന്ന സ്ഥാപനത്തിന് കൊടുക്കാം. ആ കൊടുത്ത സമയത്ത് അതിന് ചെറിയൊരു തുക നമുക്ക് തിരികെ ലഭിക്കും. ചില മാലിന്യങ്ങൾ നമുക്ക് തരംതിരിക്കാൻ സാധിക്കില്ല. അത്തരത്തിലുള്ള മാലിന്യങ്ങൾ RDF അത് റിഫ്യൂസ് ഡിറൈവ്ഡ് ഫ്യൂവൽ എന്നുള്ള പേരിലാക്കി മാറ്റി അത് സിമെന്റ് ഫാക്ടറിക്ക് നമ്മൾ കൈമാറുകയാണ് ചെയ്യുന്നത്. അത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനം നേരിട്ട് കൈമാറാറില്ല, അത് അതിനുള്ള ഏജൻസികളുണ്ട്, ആ ഏജൻസികളുടെ മുഖാന്തരമാണ് കൈമാറാറ്. അപ്പൊ അത്തരത്തിലുള്ള വേസ്റ്റുകൾ റീസൈക്കിൾ ചെയ്യാൻ സാധിക്കില്ല. അത് കൈമാറുന്ന ഏജൻസിക്ക് അതിന് ട്രാൻസ്പോർട്ടേഷനും ആ മാലിന്യം സിമെന്റ് ഫാക്ടറി കൈമാറുമ്പോൾ അതിന് തുകയും കൂടെ വഹിക്കേണ്ടതായിട്ട് വരും. അപ്പോൾ അതൊരു ഭീമമായിട്ടുള്ള സംഖ്യ വരും. അപ്പൊ അത്തരത്തിലുള്ള മാലിന്യമാണ് ഈ മാലിന്യം. ഇതിനകത്ത് റീസൈക്കിൾ ചെയ്ത് കിട്ടാനുള്ള സാഹചര്യങ്ങൾ ഒന്നും തന്നെ ഇല്ല. അപ്പോൾ റീസൈക്കിൾ ചെയ്ത് നിലമ്പൂർ നഗരസഭയിൽ നിന്ന് ലഭിച്ച മാലിന്യം, ഹരിതകർമ്മസേന ശേഖരിച്ച മാലിന്യം ആ ഏജൻസി തരംതിരിച്ച ശേഷം അതിന്ന് പുനരുപയോഗ സാധ്യതയുള്ള മാലിന്യം എടുത്തു മാറ്റുകയും തിരിച്ച് റീസൈക്കിൾ ചെയ്യാൻ സാധിക്കാത്ത മാലിന്യങ്ങൾ RDF എന്നുള്ള കണക്ക് സിമെന്റ് ഫാക്ടറി കൊടുക്കുന്ന സമയത്തുള്ള ഭീമമായിട്ടുള്ള തുക ലാഭിക്കാൻ വേണ്ടി കൊണ്ടാണ് ഇത് എവിടെയെങ്കിലും വലിച്ചിടണമെന്ന് തീരുമാനത്തിൽ അവർ എത്തിയെന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. സ്വാഭാവികമായിട്ടും അത് ഈ സ്ഥാപനത്തെക്കുറിച്ച് ഇതൊരു നിലമ്പൂർ മുനിസിപ്പാലിറ്റിയിലെ ഭാരതീയ എന്ന് പറയുന്ന ഏജൻസിയാണ് ഈ കരാർ എടുത്തിട്ടുള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. പക്ഷേ ഈ കമ്പനിയെ കുറിച്ച് നേരത്തെ 1-2 നമ്മുടെ സർക്കാർ ഏജൻസികൾ തന്നെ പരാതി ഉന്നയിച്ചൊരു സ്ഥാപനമാണ്. അതിനൊരു സാധ്യത ചിലപ്പോൾ ഇവർക്ക് സിമെന്റ് കമ്പനിയുടെ കരാർ ഉണ്ടാവില്ല, ആ കരാറ് കലാഹരണപ്പെട്ട് കാണാം. അപ്പോൾ ഇവർക്ക് അത് കൈമാറാൻ വേണ്ടി കഴിയില്ല. ഈ എടുത്ത മാലിന്യം ഭാരമായി. അപ്പൊ ആ മാലിന്യം ഒരു പക്ഷേ
ഈ നിലമ്പൂരിൽ നിന്ന് പാലക്കാട്ടേക്ക് വരേണ്ട സാഹചര്യമില്ല. ഒരു പക്ഷേ പാലക്കാട് പൊള്ളാച്ചി റൂട്ടിലാണ് ഈ നമ്മുടെ തങ്കം പൈപ്പ് സ്ഥിതി ചെയ്യുന്നത്. ആ ഭാഗത്താണ് ഈ മാലിന്യം കൊണ്ട് നിക്ഷേപിച്ചിട്ടുള്ളത്. അപ്പോൾ പൊള്ളാച്ചിയിലേക്ക് പോകുന്ന വഴിക്ക് എങ്ങാൻ അവർ ഡംപ് ചെയ്താവാനാണ് സാധ്യത. അടുത്ത കാലത്ത് തമിഴ്നാട്ടിലെ കേരളത്തിലെ മാലിന്യം പോയി എന്നുള്ള പേരിൽ വിവാദങ്ങൾ ഉണ്ടാവുകയും തമിഴ്നാട് ബോർഡറിലെല്ലാം അവർ നിരീക്ഷണം ശക്തമാക്കുന്നതിന്റെ അടിസ്ഥാനത്തിൽ തമിഴ്നാട്ടിലേക്ക് കടക്കാൻ പറ്റാതെ സ്വാഭാവിക പാലക്കാടിന്റെ ചില പ്രദേശങ്ങൾ നിക്ഷേപിച്ചതാവാൻ സാധ്യതയുണ്ട്. പക്ഷെ എന്ത് തന്നെയാണെങ്കിലും ഈ സ്വകാര്യ ഏജൻസിയെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഏൽപ്പിക്കുന്ന സമയത്ത് ഈ സ്വകാര്യ ഏജൻസികൾ ഏതെല്ലാം സിമന്റ് കമ്പനികളുടെ ടൈപ്പ് ഉള്ളത് അതാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനം മനസ്സിലാക്കണം. ഏത് വാഹനത്തിനും ലോഡ് ചെയ്തത് ആ ലോട്ട് അത് രജിസ്റ്റർ ചെയ്ത് ആ വാഹനം ഈ കരാറിൽ ഏർപ്പെട്ട നിർദ്ദിഷ്ട സ്ഥലത്തേക്ക് പോകുന്നത് വരെയുള്ള GPS ലൊക്കേഷൻ സഹിതം ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനം വാച്ച് ചെയ്യണം. ആ GPS ലൊക്കേഷൻ സഹിതമുള്ള ഇൻവോയ്സ് ഈ സിമന്റ് ഫാക്ടറി കൈമാറിയ ഇൻവോയ്സ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൽ സമർപ്പിച്ചാൽ മാത്രമേ അവരുടെ തുക അനുവദിക്കാൻ കഴിയുള്ളൂ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ മാലിന്യം ഈ ഏജൻസിക്ക് കൈയൊഴിയുന്നതോടുകൂടി തന്നെ അവരുടെ ഉത്തരവാദിത്വം തീരുന്നില്ല. ഈ മാലിന്യത്തിന്റെ അന്തിമ സംസ്കരണ കേന്ദ്രം എവിടെയാണോ അവിടെ എത്തുന്നവരെയും നിരീക്ഷണം തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിന്റെ ഉത്തരവാദിത്വമാണ്. കാരണം ഇതാണ് NGT ദേശീയ ഹരിത ട്രിബ്യൂണൽ പറയുന്ന നിയമം ഇതാണ്. അതിൽ ആ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിന്റെ ഭാഗത്തുനിന്ന് വീഴ്ച പറ്റിയിട്ടുണ്ട്. അവർ കിലോയ്ക്ക് 5 രൂപ നിരക്കിലാണ് ഈ ഏജൻസിക്ക് കരാർ കൊടുത്തിട്ടുള്ളത് മനസ്സിലാക്കുന്നത്. പാലക്കാട് നഗരസഭ ഇതുപോലെ നമുക്ക് ഉപയോഗിക്കാൻ കഴിയാത്ത മാലിന്യങ്ങൾ സ്വാഭാവിക പാലക്കാട് വരുന്നുണ്ട്. പക്ഷെ നമ്മൾ ഈ മാലിന്യം കൈമാറുന്നത് ഇതുപോലെ സ്വകാര്യ ഏജൻസികൾക്ക് കൊടുക്കാതെ നമ്മൾ കൈമാറുന്നത് സർക്കാർ സംവിധാനമായിട്ടുള്ള CKCL ക്ലീൻ കേരള കമ്പനി ലിമിറ്റഡ് സ്ഥാപനത്തെ നമ്മൾ കൈമാറുന്നത്. ഈ സ്വകാര്യ ഏജൻസികൾക്ക് 5.5 രൂപ മാത്രം കൊടുത്താൽ കിലോയ്ക്ക്. പക്ഷേ നമ്മൾ ക്ലീൻ കേരള കമ്പനി കൈമാറുന്ന സമയത്ത് 10 രൂപ കിലോയ്ക്ക് കൊടുക്കും. പക്ഷേ തുക അധികം കൊടുത്താലും ഇത്തരത്തിലുള്ള അപവാദങ്ങളോ വിവാദങ്ങളോ ഉണ്ടാക്കാതെ സർക്കാർ ഏജൻസി ആകുമ്പോൾ അതിന്റെ ഉത്തരവാദിത്തോട് ചെയ്യുമെന്നുള്ള പ്രതീക്ഷയാണ് നഗരസഭ ഭീമമായിട്ടുള്ള സംഖ്യ കൊടുത്തിട്ട് സർക്കാർ ഏജൻസികൾ കൈമാറുന്നത്. അതിൽ പറ്റിയ വീഴ്ചയാണ് നിലമ്പൂർ മുനിസിപ്പാലിറ്റിക്ക് ഈ ഒരു സാഹചര്യം ഉണ്ടാകാൻ വേണ്ടി കാരണം. ഇത് സംഭവിച്ച ഉടനെ തന്നെ പാലക്കാട് നഗരസഭ ആരോഗ്യ വിഭാഗം ജീവനക്കാർ നിലമ്പൂർ മുനിസിപ്പാലിറ്റിയിലെ ആരോഗ്യ വിഭാഗം ബന്ധപ്പെടുകയും അൺഒഫീഷ്യലി ഒരു കോൺവെർസേഷൻ നടത്തുകയും ഇത്തരത്തിൽ സംഭവിച്ചിട്ടുണ്ടെന്നും ആ ഏജൻസിയാണ് ഡംപ് ചെയ്തതെങ്കിൽ ആ ഏജൻസിയുടെ ഡീറ്റെയിൽസ് അറിയണമെന്ന് പറയുകയുണ്ടായി. ആ സമയത്ത് അവിടെ നിന്ന് അവർ അറിയിച്ചത് നിങ്ങൾ ലീഗലായിട്ട് നോക്കിക്കോളൂ, ഞങ്ങളുടെ ഉത്തരവാദിത്തം വരുന്നത് ഒഴിയുന്ന രീതിയിലുള്ള ഒഴുക്കൻ മറ്റൊരു മറുപടിയാണ് നിലമ്പൂർ മുനിസിപ്പാലിറ്റി ഭാഗത്തുണ്ടായത്. വളരെ ഖേദകരമായിട്ടുള്ള സംഭവം. കാരണം കേരളം ദേശീയ ഹരിത ട്രിബ്യൂണലിന്റെ നോട്ടിഫിക്കേഷനുള്ള സംസ്ഥാനമാണ്. സംസ്ഥാന സർക്കാരും മാലിന്യമുക്തമാക്കാനുള്ള ഒരുപാട് പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കേണ്ട പരിശ്രമം നടത്തി വരുന്നു. അതിന്റെ ഭാഗമായിട്ട് പ്രവർത്തിക്കേണ്ട ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനം സംസ്ഥാനം ഭരിക്കുന്ന ഇടതുപക്ഷമാണ്. ഇടതുപക്ഷത്തിന്റെ തന്നെ ഭരണസമിതിയാണ് നിലമ്പൂരിലുള്ളത്. ആ സംസ്ഥാന ഗവൺമെന്റിന്റെ നയം പോലും ആ നിലമ്പൂർ മുനിസിപ്പൽ നടപ്പിലാക്കുന്നില്ല എന്ന് പറയുന്നത് സർക്കാർ മുഴുവൻ പദ്ധതികളും പാഴാക്കണം എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കാരണം പാലക്കാട് നഗരസഭയിൽ പ്രശ്നമില്ല. പാലക്കാട് നഗരസഭ സർക്കാർ പറയുന്ന എല്ലാ പരിപാടികളും നടപ്പിലാക്കി മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ സർക്കാരിന്റെ ഒരു പദ്ധതിയും അവർ നടപ്പിലാക്കുന്നതാണ് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. ഈ വിഷയം സംസാരിച്ച് അത്തരത്തിലൊരു അലംഭാവത്തോടുള്ള മറുപടി അവരുടെ ഭാഗത്ത് നിന്നും സർക്കാർ പാലക്കാട് നഗരസഭ നമ്മുടെ എൻഫോഴ്സ്മെന്റ് എന്ന രീതിയിലേക്ക് നമ്മൾ മുന്നോട്ടിരുന്നത് ഒഴിവാക്കപ്പെട്ട മാലിന്യങ്ങളും ഒഴിവാക്കപ്പെട്ട മൃഗങ്ങളും ഏത് തന്നെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിന്റെ പരിധിയിൽ കണ്ടാലും അതിന്റെ ഉടമസ്ഥാവകാശം മുനിസിപ്പൽ ആക്ട് പ്രകാരം ആ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിനാണ്. അപ്പോൾ ഈ ഒഴിവാക്കപ്പെട്ട മാലിന്യം പരിപൂർണമായും പാലക്കാട് നഗരസഭയെ സംബന്ധിച്ചോളം നിയമപ്രകാരം അത് നിലമ്പൂർ മുനിസിപ്പാലിറ്റിയാണ്. അപ്പോൾ പാലക്കാട് നഗരസഭയ്ക്ക് നടപടി എടുക്കാൻ കഴിയുക നിലമ്പൂർ മുനിസിപ്പാലിറ്റിക്കെതിരെ മാത്രമാണ്. ബാക്കി കാര്യങ്ങൾ ചെയ്യേണ്ടത് അത് ഏതെങ്കിലും ഏജൻസിയുമായിട്ട് കരാറുണ്ടോ ആ ഏജൻസിക്കെതിരെയാണോ നമ്മൾ നീക്കേണ്ടത് തീരുമാനിക്കേണ്ടത് നിലമ്പൂർ മുനിസിപ്പാലിറ്റി ഉത്തരവാദിത്തമാണ്. ഓരോ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലും ശേഖരിക്കുന്ന മാലിന്യങ്ങളുടെ നീക്കം സംബന്ധിച്ച വാഹനങ്ങളുടെ GPS ട്രാക്കിംഗ്, അന്തിമ സംസ്കരണം വരെയുള്ള നിരീക്ഷണം എന്നിവയെല്ലാം അതാത് തദ്ദേശ സ്ഥാപനത്തിന്റെ ഉത്തരവാദിത്തമാണെന്നിരിക്കെ വലിയ വീഴ്ചയാണ് നിലമ്പൂർ നഗരസഭയുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ളതെന്ന് സ്മിതേഷ് ചൂണ്ടിക്കാട്ടി. പാലക്കാട് നഗരസഭ തെരുവോരങ്ങളിൽ ദിനംപ്രതി നിരീക്ഷണം നടത്തുകയും അവിടെ വരുന്ന മാലിന്യങ്ങൾ അന്നേക്ക് തന്നെ തരംതിരിച്ചു മാറ്റുകയും ചെയ്തു വരുന്നുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ മാലിന്യനിക്ഷേപം ഉണ്ടാവാൻ സാധ്യതയുള്ളതായി പ്രത്യേകം അടയാളപ്പെടുത്തിയ റെഡ് സ്പോട്ട് സ്ഥലങ്ങൾ നിരീക്ഷിക്കുന്ന തൊഴിലാളികളാണ് കാലത്ത് 4 മണിക്ക് മാലിന്യം കണ്ടത്. ഈ പ്രവൃത്തിക്കെതിരെ സാധ്യമായ നിയമ നടപടി ഉൾപ്പെടെയുള്ള എല്ലാ നടപടികളും പാലക്കാട് നഗരസഭ സ്വീകരിക്കുമെന്ന് സ്മിതേഷ് വ്യക്തമാക്കി. ഓടിക്കൊണ്ടിരുന്ന സ്വകാര്യ ബസ്സിൽ നിന്ന് പുറത്തേക്ക് തെറിച്ചു വീണ് സ്ത്രീ മരിച്ചു. ഓടിക്കൊണ്ടിരുന്ന ബസ്സിൽ നിന്ന് തെറിച്ചു വീണ് സ്ത്രീ മരിച്ചു. തൃശൂർ കൂട്ടുപാത സ്വദേശി 60-കാരിയായ ഇന്ദിരാദേവിയാണ് മരിച്ചത്. ഇന്നു രാവിലെ തിരുവല്ലുവാമലയിലാണ് ദാരുണമായ സംഭവം നടന്നത്. കാട്ടുകുളം ഗവൺമെന്റ് വൊക്കേഷണൽ സ്കൂളിന് സമീപം വെച്ചായിരുന്നു അപകടം. ബസ് വളവ് തിരിയുന്നതിനിടെ സീറ്റിലിരിക്കുകയായിരുന്ന ഇന്ദിരാദേവി ബസിന്റെ ഡോർ വഴി പുറത്തേക്ക് തെറിച്ചു വീഴുകയായിരുന്നുവെന്നാണ് വിവരം. തലയ്ക്കുൾപ്പെടെ ഗുരുതര പരിക്കേറ്റ ഇവരെ ഒറ്റപ്പാലത്തെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും മരണപ്പെട്ടു. ബസ് പോലീസ് കസ്റ്റഡിയിലെടുത്തു. മരണപ്പെട്ട ഇന്ദിരാദേവി LIC ഏജന്റാണ്. വിരണ്ടോടി ഹോട്ടലിലേക്ക് പാഞ്ഞു കയറിയ എരുമ
പാലക്കാട് നഗരത്തിൽ പരിഭ്രാന്തി സൃഷ്ടിച്ചു. വിരണ്ടോടിയ എരുമ പാലക്കാട് നഗരത്തിലെ ഹോട്ടൽ പരിസരത്ത് ഏറെ നേരം പരിഭ്രാന്തി പടർത്തി. നഗരത്തിലെ പ്രശസ്തമായ ഇന്ദ്രപ്രസ്ഥ ഹോട്ടലിലേക്കാണ് എരുമ പാഞ്ഞു കയറിയത്. ഇരുചക്ര വാഹനമടക്കം പരാക്രമത്തിനിടെ എരുമ മറിച്ചിട്ടു. വാഹനത്തിൽ കൊണ്ടുവന്ന എരുമ അറവശാലയ്ക്ക് സമീപം ഇറക്കുമ്പോൾ വിരണ്ടോടുകയായിരുന്നുവെന്നാണ് വിവരം. പോലീസും അഗ്നിശമന സേനയും ചേർന്ന് ഏറെ പണിപ്പെട്ടാണ് കുരുക്കിട്ട് എരുമയെ നിയന്ത്രിച്ചത്. കെട്ടിയ ശേഷവും വിരളി പൂണ്ട് ഓടാൻ തുനിഞ്ഞപ്പോൾ മൃഗരോഗ വിദഗ്ധനെത്തി മയക്കാനുള്ള കുത്തിവയ്പ് നൽകി. എരുമയുടെ മുഖത്തും കാലുകളിലും പരിക്കേറ്റിട്ടുണ്ട്. പമ്പയിലെ സ്പോട്ട് ബുക്കിംഗ് കൗണ്ടറുകളുടെ എണ്ണം വർദ്ധിപ്പിക്കും. മകരവിളക്ക് പരിഗണിച്ച് പമ്പയിൽ തീർത്ഥാടകർക്കായുള്ള സ്പോട്ട് ബുക്കിംഗ് കേന്ദ്രങ്ങളുടെ എണ്ണം വർദ്ധിപ്പിക്കാൻ തീരുമാനം. നിലവിൽ 7 കൗണ്ടറുകളാണുള്ളത്. ഇത് 10 ഉയർത്തും. 60 വയസ്സ് പൂർത്തിയായവർക്ക് മാത്രമായി പ്രത്യേക കൗണ്ടറും ആരംഭിക്കും. ദേവസ്വം മന്ത്രിയുടെ നേതൃത്വത്തിൽ പത്തനംതിട്ടയിൽ ചേർന്ന അവലോകന യോഗത്തിലാണ് തീരുമാനം. 30 വൈകിട്ടാണ് മകരവിളക്ക് മഹോത്സവത്തിനായി ഇനി ശബരിമല നട തുറക്കുന്നത്. ജനുവരി 12 മകരവിളക്ക് മഹോത്സവം നടക്കുക. 20 നട അടയ്ക്കും. കാര്യമായ പരാതികളും പ്രശ്നങ്ങളും ഇല്ലാതെ ശബരിമലയിൽ മണ്ഡലകാല സീസൺ പൂർത്തിയാക്കിയതിന്റെ ആശ്വാസത്തിലാണ് സംസ്ഥാന സർക്കാർ. ശരണമന്ത്രങ്ങൾ ഭക്തിസാന്ദ്രമാക്കിയ അന്തരീക്ഷത്തിൽ അയ്യപ്പ വിഗ്രഹത്തിൽ തങ്കഅങ്കി ചാർത്തി നടന്ന മണ്ഡല പൂജയോടെ ശബരിമല മണ്ഡലകാല തീർത്ഥാടനത്തിന് കഴിഞ്ഞ ദിവസമാണ് സമാപനമായത്. ദേവസ്വം മന്ത്രി VN വാസവൻ, ശബരിമല സ്പെഷ്യൽ കമ്മീഷണർ R കൃഷ്ണകുമാർ, ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് PS പ്രശാന്ത്, അംഗങ്ങളായ അഡ്വക്കേറ്റ് A അജികുമാർ, G സുന്ദരേശൻ, ADGP S ശ്രീജിത്ത്, ADM അരുൺ S നായർ, സന്നിധാനം സ്പെഷ്യൽ ഓഫീസർ B കൃഷ്ണകുമാർ, ശബരിമല എക്സിക്യൂട്ടീവ് ഓഫീസർ മുരാരി ബാബു എന്നിവർ യോഗത്തിൽ പങ്കെടുത്തു. നടയടച്ചതോടെ വിവിധ സർക്കാർ വകുപ്പുകളുടെയും സന്നദ്ധ സംഘടനകളുടെയും നേതൃത്വത്തിൽ അപ്പാച്ചിമേട് മുതൽ സന്നിധാനം വരെയുള്ള മേഖലയിൽ ശുചീകരണ പ്രവർത്തനങ്ങൾ നടന്നു. 11 സെക്ടറുകളിൽ ഒരേ സമയം ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തിയെന്നും അപ്പാച്ചിമേട് മുതൽ സന്നിധാനം വരെ വിവിധ ടീമുകളെ നിയോഗിച്ചിട്ടുണ്ടെന്നും ഡ്യൂട്ടി മജിസ്ട്രേറ്റ് കൃഷ്ണകുമാർ K അറിയിച്ചു. ഇടവേള. ഹാപ്പി ബർത്ത്ഡേ അമ്മ. താങ്ക് യു മോളെ. ടെൻറ്റഡേങ്. സ്വർണ്ണ ആയിരിക്കും. അതെ, പരസ്യത്തിൽ കാണുന്ന സ്വർണ്ണാണെങ്കില് ഇതിട്ടിട്ട് ഒരു ഫംഗ്ഷന് പോയി കഴിഞ്ഞാ ഒരുപാട് ആൾക്കാർ ഇതേ ഡിസൈൻ ഇട്ടിട്ട് വരും. അമ്മ ഇതൊന്ന് തുറന്നു നോക്ക്. നമ്മുടെ മനസ്സിനിണങ്ങിയ ആഭരണ സങ്കല്പങ്ങൾ അതേപടി ആധുനിക സാങ്കേതികതയോടു കൂടി വിശ്വാസപൂർണമായി ഗുണമേന്മയോടും കൂടി നിർമ്മിച്ചു തരാൻ ആളുകളുണ്ട്. പൂക്കൾ ഇഷ്ടമുള്ള അമ്മയ്ക്ക് ഇഷ്ടപ്പെടുന്ന ഡിസൈൻ. സ്വീറ്റ് അമ്മ. വ്യത്യസ്തമാണ് മറ്റുള്ളവരിൽ നിന്നും. പ്രേംദീപ് ജുവൽസ്, ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. വാർത്തകൾ തുടരുന്നു. മെഡിക്കൽ കോളേജുകളിൽ ഇനി രാത്രിയിലും പോസ്റ്റ്മോർട്ടം നടത്തും. രാത്രിയിലും പോസ്റ്റ്മോർട്ടം നടത്താൻ സംവിധാനം ഒരുക്കണമെന്ന് ഉത്തരവായി. ഇത് സംബന്ധിച്ചുള്ള ഹൈക്കോടതി ഉത്തരവ് ഉടനടി നടപ്പാക്കണമെന്ന് 5 മെഡിക്കൽ കോളേജുകൾക്കും മെഡിക്കൽ വിദ്യാഭ്യാസ ഡയറക്ടർ നിർദ്ദേശം നൽകി. മെഡിക്കൽ കോളേജ് സൂപ്രണ്ട്, ഫോറൻസിക് മേധാവിയും ഇതിനു വേണ്ട നടപടിയെടുക്കണം. പോസ്റ്റ്മോർട്ടം രാത്രി നടത്താൻ ആശുപത്രി വികസന സമിതിക്ക് ആവശ്യത്തിന് അനുബന്ധ ജീവനക്കാരെ അനുവദിക്കും. 3.093 കിലോഗ്രാം ഉണക്ക കഞ്ചാവുമായി യുവാവ് പിടിയിൽ. ഒറ്റപ്പാലത്ത് റെയിൽവേ സ്റ്റേഷന് സമീപത്ത് നിന്ന് 3.093 കിലോഗ്രാം ഉണക്ക കഞ്ചാവുമായി യുവാവ് പിടിയിലായി. മലപ്പുറം പൊന്നാനി, എടപ്പാൾ, പൊൽപ്പക്കര, തറയ്ക്കൽ, കല്ലേപ്പറമ്പിൽ വിജീഷ് ലാലാണ് പിടിയിലായത്. റെയിൽവേ സ്റ്റേഷൻ റോഡ് അവസാനിക്കുന്ന ഭാഗത്തെ പഴയ ഓട്ട് കമ്പനിക്ക് മുൻവശം റോഡരികിൽ നിന്നാണ് ഇയാളെ പിടികൂടിയത്. പ്രതിയെയും തൊണ്ടുമുതലുകളും ഒറ്റപ്പാലം 1ാം ക്ലാസ് മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കി. കോടതി പ്രതിയെ 14 ദിവസം റിമാൻഡ് ചെയ്തു. റേഞ്ചിലെ എക്സൈസ് ഇൻസ്പെക്ടർ A വിപിൻ ദാസ്, സുദർശനൻ നായർ, SJ അനു, രാജേഷ്, സുരേഷ്, പ്രദീപ്, മുഹമ്മദ് ഫിറോസ്, KJ ലൂക്കോസ് എന്നിവരടങ്ങിയ സംഘമാണ് പരിശോധന നടത്തി പ്രതിയെ പിടികൂടിയത്. അനുമതിയില്ലാതെ ക്വാറികളിൽ നിന്ന് കല്ല് കടത്തിയ വാഹനങ്ങൾ പിടികൂടി. 3 ലോറികളാണ് പിടികൂടിയത്. ചെർപ്പളശ്ശേരി, വല്ലപ്പുഴ, കുലുക്കല്ലൂർ എന്നിവിടങ്ങളിലെ ക്വാറികളിലാണ് റവന്യൂ, പോലീസ്, മൈനിങ് ആൻഡ് ജിയോളജി വകുപ്പ് ഉദ്യോഗസ്ഥരടങ്ങിയ സംഘം പരിശോധന നടത്തിയത്. ചെർപ്പളശ്ശേരിയിലുള്ള അനധികൃത ക്വാറി 1 കോടി 1 ലക്ഷം രൂപ പിഴ ഒടുക്കിയ ശേഷവും തുടർച്ചയായി ഖനനം നടത്തുന്നതായി സംഘത്തിന് ബോധ്യപ്പെട്ടു. ചെർപ്പളശ്ശേരിയിൽ തന്നെ നഗരസഭ നൽകിയ പെർമിറ്റിൽ പറയുന്നതിലുമധികം അളവ് മണ്ണ് കടത്തിക്കൊണ്ടുപോയതായും സർക്കാരിലേക്ക് അടക്കേണ്ട റോയൽറ്റി തുക അടച്ചിട്ടില്ലെന്നും ബോധ്യമായി. പ്രവർത്തനാനുമതിയുള്ള ക്വാറികളിൽ നിന്നും ദൂരപരിധി ലംഘിച്ച് ഖനനം നടക്കുന്നതും ശ്രദ്ധയിൽപ്പെട്ടു. റിപ്പോർട്ടുകൾ പ്രത്യേകമായി തയ്യാറാക്കി ക്രോഡീകരിച്ച ജില്ലാ കളക്ടർക്ക് നടപടിക്ക് കൈമാറുമെന്ന് ഒറ്റപ്പാലം സബ് കളക്ടർ ഡോക്ടർ മിഥുൻ പ്രേംരാജ് അറിയിച്ചു. ഭാര്യാപിതാവിനെ കൊലപ്പെടുത്താൻ ശ്രമിച്ച യുവാവ് അറസ്റ്റിൽ.
ഭാര്യാപിതാവിനെ കൊലപ്പെടുത്താൻ ശ്രമിച്ച യുവാവ് അറസ്റ്റിൽ. ചെർപ്പളശ്ശേരി മാരായമംഗലം കൊളപ്പിട ഒറവ കീഴായിൽ മുഹമ്മദ് മുസ്തഫയെയാണ് ചെർപ്പളശ്ശേരി പോലീസ് അറസ്റ്റ് ചെയ്തത്. മാങ്ങോട് വീരമംഗലത്തെ വീട് കുടിയിരിപ്പ് ചടങ്ങിനിടെയാണ് സംഭവം. ചടങ്ങിന് ക്ഷണിക്കാതെ എത്തിയ മുസ്തഫ ഭാര്യാപിതാവിനെ ബോധപൂർവ്വം കത്തിയെടുത്ത് കുത്തുകയായിരുന്നുവെന്ന് പോലീസ് അറിയിച്ചു. ഇയാളും ഭാര്യ വീട്ടുകാരും തമ്മിൽ കുറച്ചു ദിവസങ്ങളായി പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നതിന്റെ തുടർച്ചയായാണ് ആക്രമണം ഉണ്ടായത്. അറസ്റ്റിലായ മുസ്തഫ മുമ്പ് മറ്റ് 2 കേസുകളിലെ പ്രതിയാണെന്നും പോലീസ് പറഞ്ഞു. ഇയാളെ ഒറ്റപ്പാലം കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. ഇടവേള. ഹാപ്പി ബർത്ത്ഡേ അമ്മ. താങ്ക് യു മോളെ. ടെൻറ്റഡാങ്. സ്വർണ്ണ ആയിരിക്കും. അതെ, പരസ്യത്തിൽ കാണുന്ന സ്വർണ്ണാണെങ്കില് ഇതിട്ടിട്ട് ഒരു ഫംഗ്ഷന് പോയി കഴിഞ്ഞാ ഒരുപാട് ആൾക്കാർ ഇതേ ഡിസൈൻ ഇട്ടിട്ട് വരും. അമ്മ ഇതൊന്ന് തുറന്നു നോക്ക്. നമ്മുടെ മനസ്സിനിണങ്ങിയ ആഭരണ സങ്കല്പങ്ങൾ അതേപടി ആധുനിക സാങ്കേതികതയോട് കൂടി വിശ്വാസപൂർണമായി ഗുണമേന്മയോടും കൂടി നിർമ്മിച്ചു തരാൻ ആളുകളുണ്ട്. പൂക്കൾ ഇഷ്ടമുള്ള അമ്മയ്ക്ക് ഇഷ്ടപ്പെടുന്ന ഡിസൈൻ. സ്വീറ്റ് അമ്മ. വ്യത്യസ്തമാണ് മറ്റുള്ളവരിൽ നിന്നും. പ്രേംദീപ് ജുവൽസ്, ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ചെക്കന്റെയും പെണ്ണിന്റെയും പൊരുത്തം ചേർന്ന് വന്നാൽ തന്നെ കല്യാണം കഴിഞ്ഞ പോലെ. അതെങ്ങനെ ശരിയാകും? ഞങ്ങൾക്കും പൊരുത്തം നോക്കണ്ടേ? നിങ്ങൾക്കോ? അമ്മയ്ക്ക് പൊരുത്തമായ കാഞ്ചീപുരം പട്ട്, എനിക്ക് പൊരുത്തമായ ബനാറസി, ചേട്ടന് പൊരുത്തമായ കുർത്ത, ചേച്ചിക്ക് പൊരുത്തമായ ലെഹങ്ക, പിന്നെ മുത്തശ്ശനും മുത്തശ്ശിക്കും നമ്മുടെ പാരമ്പര്യത്തിന് പൊരുത്തമായ കസവ് സാരി, കസവുമുണ്ട്. കുട്ടികളുടെ ട്രെൻഡിന് പൊരുത്തമായ പുതുപുത്തൻ കളക്ഷൻ. ഇങ്ങനെ എല്ലാ പൊരുത്തങ്ങളും ചേരുന്നയിടം ശ്രീ ഗണപതി സിൽക്സ്. ഏവർക്കും പൊരുത്തമായ വസ്ത്രങ്ങൾക്ക് ശ്രീ ഗണപതി സിൽക്സ്. ഓഗസ്റ്റ് 23 മുതൽ പാലക്കാടിലും. വാർത്തകൾ തുടരുന്നു. ബസ്സുകൾ നിർബന്ധമായി അതാത് സ്റ്റോപ്പുകളിൽ തന്നെ നിർത്തണമെന്ന് നിർദ്ദേശിച്ച് ജില്ലാ കളക്ടർ. ബസ്സുകൾ നിർബന്ധമായും അതാത് സ്റ്റോപ്പുകളിൽ തന്നെ നിർത്തണമെന്ന് ജില്ലാ വികസന സമിതി യോഗത്തിൽ കളക്ടറുടെ നിർദ്ദേശം. പനയമ്പാടം അപകടത്തിന്റെ പശ്ചാത്തലത്തിൽ തച്ചമ്പാറ ജംഗ്ഷനിൽ സ്കൂൾ കുട്ടികളടക്കം റോഡ് മുറിച്ചു കടക്കാൻ പ്രയാസപ്പെടുന്നത് ജില്ലാ വികസന സമിതിയിൽ അഡ്വക്കേറ്റ് കെ ശാന്തകുമാരി MLA ശ്രദ്ധയിൽപ്പെടുത്തിയപ്പോഴാണ് ജില്ലാ കളക്ടർ നിർദ്ദേശം നൽകിയത്. ബസ്സുകൾ സ്റ്റോപ്പുകളിൽ നിർത്താത്തതിൽ എൻഫോഴ്സ്മെന്റ് RTO ഇടപെടണമെന്ന് ശാന്തകുമാരി MLA ആവശ്യപ്പെട്ടു. നെല്ല് സംഭരണവും ഉഴവുകൂലി വിതരണവും കാര്യക്ഷമമാക്കണമെന്ന് യോഗത്തിൽ കെ ബാബു MLA ആവശ്യപ്പെട്ടു. ഒന്നാം വിളയിൽ 49,193 കർഷകർ രജിസ്റ്റർ ചെയ്തതായും 34,819 കർഷകരിൽ നിന്ന് 74,182 മെട്രിക് ടൺ നെല്ല് സപ്ലൈകോ സംഭരിച്ചതായും അധികൃതർ അറിയിച്ചു. ജനറൽ വിഭാഗം കർഷകർക്കായി ഉഴവുകൂലി ഇനത്തിൽ ജില്ലാ പഞ്ചായത്ത് അനുവദിച്ച 10 കോടിയിൽ 6.67 കോടിയും പട്ടികജാതി വിഭാഗത്തിന് അനുവദിച്ച 50 ലക്ഷത്തിൽ 17.98 ലക്ഷവും വിതരണം ചെയ്തതായി പ്രിൻസിപ്പൽ കൃഷി ഓഫീസർ യോഗത്തിൽ അറിയിച്ചു. കാഞ്ഞിരപ്പുഴ ഉദ്യാനത്തിൽ വാടികാസ്മിതം സാംസ്കാരിക സദസ്സ് ജനുവരി 2 മുതൽ. വാടികാസ്മിതം ജനുവരി 2 മുതൽ കാഞ്ഞിരപ്പുഴ ഉദ്യാനത്തിൽ നടത്താനിരിക്കെ മാറ്റിവെച്ചിരുന്ന വാടികാസ്മിതം പുതുവത്സര സാംസ്കാരിക പരിപാടികൾ ജനുവരി 2 മുതൽ 5 വരെ നടക്കും. MT ഡോക്ടർ മൻമോഹൻ സിംഗ് എന്നിവരുടെ വേർപാടുകളുടെ പശ്ചാത്തലത്തിൽ ഉണ്ടായ ഔദ്യോഗിക ദുഃഖാചരണത്തിന്റെ ഭാഗമായി മാറ്റിവെച്ച പരിപാടികളാണിത്. വാടികാസ്മിതം 2K24 സാംസ്കാരിക പരിപാടികളിൽ നാടൻ പാട്ട്, കോമഡി ഷോ, സിനിമാറ്റിക് ഡാൻസ്, DJ ആൻഡ് ഫയർ ഡ്രം എന്നിവയാണ് അരങ്ങേറുക. കാഞ്ഞിരപ്പുഴ ഉദ്യാനത്തിലെ ഓപ്പൺ സ്റ്റേജിലാണ് സാംസ്കാരിക പരിപാടികൾ. ഇതിനു പുറമെ ഫുഡ് കോർട്ടും ഉണ്ടായിരിക്കും. വാഹനാപകടത്തിൽ പരിക്കേറ്റ സ്കൂട്ടർ യാത്രികൻ മരിച്ചു. വാഹനാപകടം, സ്കൂട്ടർ യാത്രികൻ മരിച്ചു. അലനല്ലൂർ പാലക്കാഴിയിൽ കാറും സ്കൂട്ടറും ഇടിച്ചുണ്ടായ അപകടത്തിൽ ഒരാൾ മരിച്ചു. കുണ്ടുപറമ്പിൽ ഹുസൈൻ പാലക്കാഴിയാണ് മരിച്ചത്. ഇന്നലെ വൈകിട്ടാണ് സംഭവം. പരിക്കേറ്റ സ്കൂട്ടർ യാത്രികനെ പെട്ടെന്ന് തന്നെ പെരിന്തൽമണ്ണ മൗലാന ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല. ഒറ്റപ്പാലം താലൂക്ക് ആശുപത്രി ക്യാന്റീൻ കുടുംബശ്രീയെ ഏൽപ്പിക്കാൻ തീരുമാനം. ഒറ്റപ്പാലം താലൂക്ക് ആശുപത്രി ക്യാന്റീൻ കുടുംബശ്രീക്ക് ടെൻഡർ വിളിച്ച് കൈമാറാൻ ആശുപത്രി വികസന സമിതി യോഗം തീരുമാനിച്ചു. ആശുപത്രിക്കായി നിർമ്മിച്ച പുതിയ കെട്ടിടം ജനുവരി 10 പ്രവർത്തനം ആരംഭിക്കാനും ആരോഗ്യമന്ത്രിയുടെ സൗകര്യപ്രദമായ തീയതി കണ്ടെത്തി ഔപചാരിക ഉദ്ഘാടനം നിശ്ചയിക്കാനും യോഗം തീരുമാനിച്ചു. ശുചീകരണം, അറ്റൻഡർ, റിസപ്ഷനിസ്റ്റ് തസ്തികകളിലേക്ക് ഇന്റർവ്യൂ നടത്തി ഒഴിവുകൾ നികത്താനും തീരുമാനിച്ചു. അഡ്വക്കേറ്റ് കെ പ്രേംകുമാർ MLA, നഗരസഭാ ചെയർപേഴ്സൺ കെ ജാനകി ദേവി, ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷ ഫൗസിയ ഹനീഫ, ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ അഫ്സൽ, ലേ സെക്രട്ടറി ശ്രീലത, വിവിധ കക്ഷി പ്രതിനിധികൾ എന്നിവർ യോഗത്തിൽ പങ്കെടുത്തു. ഇടവേള. പാലക്കാട് വരുമ്പോ പുതിയ കമ്മൽ വാങ്ങിച്ചരാന്ന് പറഞ്ഞിട്ട് ഒരു ചമ്മലും ഇല്ല അല്ലേ? എന്തിനു ഒരു കമ്മലാക്കുന്നേ? ഒരു ആഭരണ ഫാക്ടറിയിലേക്ക് എന്നെ കൊണ്ടുപോയേക്കാം. ഇഷ്ടം പോലെ വാങ്ങിച്ചു. ആഭരണ ഫാക്ടറിയോ? എവിടെ? ഇവിടെ പാലക്കാട് തന്നെ. വേഗം റെഡി ആയിക്കോ, പോവാം. ഒരുപാട് ട്രഡീഷൻസ് ഉള്ള നാടാ പാലക്കാട്. ട്രഡീഷണൽ കളക്ഷൻസ് എനിക്ക് ഭയങ്കര ഇഷ്ടാ. എന്താ തിളക്കല്ലേ? പാലക്കാടിന്റെ കാര്യം പറഞ്ഞ പാലക്കാമലയുടെ കാര്യമല്ല. പാലക്കാമല മതി. എന്താ സ്റ്റൈല്?
ആ അമ്മേ, ഞങ്ങള് പാലക്കാട്ടെ ആഭരണ ഫാക്ടറി കാണാൻ പോവാ. അത് അതമ്മേ, നമ്മുടെ സ്റ്റേഡിയം ബസ് സ്റ്റാൻഡിൽ നിന്ന് സുൽത്താൻപേട്ടിലേക്ക് പോകുമ്പോൾ ഒരു 50 മീറ്റർ കഴിയുമ്പോൾ റൈറ്റ് സൈഡിൽ കാണാം. എന്താ സ്റ്റൈല്, കൊള്ളാലേ. ആന്റിക് ചെട്ടിനാട് ടെമ്പിൾ ലൈറ്റ് വെയിറ്റ് ഏതാ വേണ്ടത്? എല്ലാം. ആഭരണ ഫാക്ടറി സൂപ്പർ അല്ലേ? ട്രിനിറ്റി സൂപ്പർ. കേരളത്തിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജ്വല്ലറിയായ ട്രിനിറ്റി ഗോൾഡിന്റെ പാലക്കാട് ഷോറൂമിൽ നിന്ന് 100% 916 HUID സ്വർണ്ണാഭരണങ്ങൾ ഇനി നിങ്ങൾക്കും തൃശൂരിലെ അതേ ഫാക്ടറി വിലയിൽ സ്വന്തമാക്കാം. ട്രിനിറ്റി ഗോൾഡ്, നിയർ സ്റ്റേഡിയം ബസ് സ്റ്റാൻഡ്, പാലക്കാട്. വാർത്തകൾ തുടരുന്നു. വാഹനാപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന യുവാവ് മരിച്ചു. വാഹനാപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന യുവാവ് മരിച്ചു. പാലപ്പുറം പുത്തൻപുരയ്ക്കൽ അജീഷാണ് മരിച്ചത്. കഴിഞ്ഞ 17-ന് രാത്രി ഈസ്റ്റ് മനുശ്ശേരിയിൽ വെച്ച് അജീഷ് സഞ്ചരിച്ചിരുന്ന ബൈക്ക് കാറുമായി ഇടിച്ചാണ് ഇയാൾക്ക് ഗുരുതരമായ പരിക്കേറ്റിരുന്നത്. ഇലക്ട്രീഷ്യനായിരുന്നു മരണപ്പെട്ട അജീഷ്. മൻമോഹൻ സിംഗിന്റെ നിര്യാണത്തിൽ സർവകക്ഷി അനുശോചിച്ചു. മുൻ പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗിന്റെ നിര്യാണത്തിൽ ഒറ്റപ്പാലത്ത് നടന്ന സർവകക്ഷി അനുശോചന യോഗം അഡ്വക്കേറ്റ് കെ പ്രേംകുമാർ MLA ഉദ്ഘാടനം ചെയ്തു. നഗരസഭാ ചെയർപേഴ്സൺ ജാനകി ദേവി അധ്യക്ഷത വഹിച്ചു. വിവിധ രാഷ്ട്രീയ സാംസ്കാരിക രംഗത്തെ കക്ഷി നേതാക്കൾ സംസാരിച്ചു. ടൗണിൽ മൗനജാഥയും ഉണ്ടായി. കടമ്പൂർ യുവരശ്മി 31-ാം വാർഷികം ആഘോഷിച്ചു. കടമ്പൂർ യുവരശ്മി ക്ലബിന്റെ 31-ാം വാർഷികം ആഘോഷിച്ചു. കടമ്പൂർ യുവരശ്മി ക്ലബ് 31-ാം വാർഷികം സമുചിതമായി ആഘോഷിച്ചു. വാർഷികാഘോഷം അഡ്വക്കേറ്റ് കെ പ്രേംകുമാർ MLA ഉദ്ഘാടനം ചെയ്തു. ക്ലബ്ബ് പ്രസിഡന്റ് A സുധീർ അധ്യക്ഷനായിരുന്നു. അമ്പലപ്പാറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് P വിജയലക്ഷ്മി ഉപഹാരങ്ങൾ വിതരണം ചെയ്തു. ജില്ലാ പഞ്ചായത്ത് അംഗം പ്രീത മോഹൻദാസ്, ലൈബ്രറി കൗൺസിൽ അമ്പലപ്പാറ നേതൃസമിതി കൺവീനർ PP ഹരിദാസൻ എന്നിവർ സംസാരിച്ചു. ആർട്സ് സെക്രട്ടറി VP പ്രദീപ് റിപ്പോർട്ട് അവതരിപ്പിച്ചു. ക്ലബ് സെക്രട്ടറി A ഹരിദാസൻ സ്വാഗതവും ജോയിന്റ് സെക്രട്ടറി P ബിനോഷ് നന്ദിയും പറഞ്ഞു. ഉദ്ഘാടന ചടങ്ങിൽ ഏഷ്യാനെറ്റ് സ്റ്റാർ സിംഗർ ഫെയിം ഭവിൻ വിനോദിനെ ആദരിച്ചു. തുടർന്ന് കുട്ടികളുടെ നൃത്തനൃത്യങ്ങൾ, മെഗാ സ്റ്റേജ് ഷോ എന്നിവ നടന്നു. മണ്ഡല താലപ്പൊലി ഭക്ത്യാദരപൂർവ്വം ആഘോഷിച്ചു. മണ്ഡല താലപ്പൊലി ആഘോഷിച്ചു. ശ്രീകൃഷ്ണപുരം ഉത്രത്തിൽ ഭഗവതി ക്ഷേത്രത്തിലെ മണ്ഡല താലപ്പൊലി ആഘോഷം ഭക്ത്യാദരപൂർവ്വം നടന്നു. രാവിലെ മുതൽ വിശേഷാൽ പൂജകൾ, തിറ, പൂതൻ, കരിവേലകൾ, രാവിലെ കുട്ടിക്കൂട്ടം, ശ്രീകൃഷ്ണപുരം അവതരിപ്പിച്ച അക്ഷരശ്ലോക സദസ്സ്, വൈകിട്ട് എഴുന്നള്ളിപ്പ്, താലം നിരത്തൽ എന്നിവയുണ്ടായി. 26-ാം വാർഷികോപഹാരമായി തിരുനാരായണപുരം പുലരി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ് സമർപ്പിച്ച പാലാ നന്ദകുമാർ അവതരിപ്പിച്ച കഥാപ്രസംഗം എന്നിവ അടക്കം വിവിധ പരിപാടികൾ ഉണ്ടായിരുന്നു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. നിലമ്പൂർ നഗരസഭയിൽ നിന്ന് ശേഖരിച്ച മാലിന്യം പാലക്കാട്ട് തള്ളിയ നിലയിൽ. ഓടിക്കൊണ്ടിരുന്ന സ്വകാര്യ ബസ്സിൽ നിന്ന് പുറത്തേക്ക് തെറിച്ചു വീണ് സ്ത്രീ മരിച്ചു. വിരണ്ടോടി ഹോട്ടലിലേക്ക് പാഞ്ഞു കയറിയ എരുമ പാലക്കാട് നഗരത്തിൽ പരിഭ്രാന്തി സൃഷ്ടിച്ചു. പമ്പയിലെ സ്പോട്ട് ബുക്കിംഗ് കൗണ്ടറുകളുടെ എണ്ണം വർദ്ധിപ്പിക്കും. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.